ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്കൂളിൽ ഒരു സംഭവം നടന്നു. അസംബ്ലിക്കിടയിൽ മണല് കാല് കൊണ്ട് നീക്കിയതിന്റെ പേരിൽ 10ാം ക്ലാസ്സുകാരന്റെ ചെവിന്റെ പട്ട അടിച്ചു പൊട്ടിച്ചിരുന്നു ആര് ഹെഡ് മാസ്റ്റർ. ഇതും പൊട്ടിച്ചത് മാത്രമല്ല, അതിനുശേഷം കേസ് ഒതുക്കാൻ വേണ്ടിട്ട് 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു ആയിക്ക് അമ്മക്ക് കേസിനെ ഒതുക്കാൻ വേണ്ടിട്ട്. എന്തല്ലേ എവിടേക്കാണ് ഈ പോക്ക് പോകുന്നത്? ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർക്കും മാഷുമാർക്കെല്ലാം എന്ത് സംഭവിച്ചത് ഒന്ന് പറയാം. മാതാപിതാ ഗുരുദേവം അതൊക്കെ പണ്ട് കാലത്ത് ഒരു ജീവിതം മുഴുവനും ചെലവഴിച്ച് പഠിച്ച കാര്യങ്ങൾ ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് വലിയൊരു സംഭവമായിരിക്കാം. ഇത് ഇന്നങ്ങനെയല്ല. ഇത് ടീച്ചേഴ്സ് പെയ്ഡ് ആയിട്ടുള്ള ലെക്ചറേഴ്സ് ആണ്. ഗവൺമെന്റ് അവർക്ക് പേ ചെയ്യണം, നമുക്ക് പഠിപ്പിക്കണം. അവർ എങ്ങനെ പഠിപ്പിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നതിന് കൃത്യമായിട്ടുള്ള രീതി അവർക്കുണ്ട്. അത് അവർ ചെയ്യുക, ജോലി ചെയ്യുക, തിരിച്ചു പോവാം. നമുക്ക് ഭയങ്കര നല്ല ടീച്ചേഴ്സോ മോശം ടീച്ചേഴ്സോ അങ്ങനല്ല, അങ്ങനല്ല. നമുക്ക് വേണ്ടത് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് കൃത്യമായിട്ട് ലെക്ചർ ചെയ്യുക, തിരിച്ചു പോവാം. അല്ലാതെ ഒരു കുട്ടികൾ പണ്ടൊക്കെ ഇത് ഭയങ്കര നോർമലായിരുന്നു. കുട്ടികളെ അടിക്കുകയും പിന്നെ പരിക്കേൽപ്പിക്കുകയും ചീത്ത പറയുകയും അവരോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകന്മാർ എനിക്കുണ്ടായിട്ടുണ്ട്, പല ആൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് പണ്ട് ഇതൊരു നോർമലായ ഒരു കാര്യം, പക്ഷെ ഇന്നത് വലിയൊരു ചർച്ചയായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു മാറ്റത്തിന്റെ ഭാഗമാണ്. അതൊരു നല്ല മാറ്റമാണ്. നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടിക്കുന്നതെല്ലാം കൊള്ളാം, പക്ഷെ അന്ന് പണ്ട് കാര്യങ്ങളിലെല്ലാം സ്കൂളിൽ മാഷുമാരെല്ലാം തച്ചിട്ട് പൊടി ആയിക്കൊണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് പാടില്ല. എന്തുകൊണ്ട്? ആൾക്ക് ബുദ്ധി വെച്ചിട്ടുണ്ട്, സംസ്കാരം മാറിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അടിക്കുന്നതിന് പകരം എല്ലാവരും സ്നേഹിച്ചു കർക്കശ ബുദ്ധിയും വാശിയെല്ലാം വീട്ടിൽ വെച്ചിട്ട് പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം.